തുടരണം. ഇപ്പോൾ നമുക്ക് ആ റിപ്പോർട്ടിൻ്റെതായിട്ടുള്ള കുറച്ച് വശങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യ, അതായത് ഈ വിവരാവകാശ കമ്മീഷൻ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന് സർക്കാർ കോടതിയെ അറിയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കോടതിയുടെ ഇടപെടൽ ഇങ്ങനെയാണ്. സൂര്യഗായത്രി. ഭദ്ര 2017 കേരളത്തെ തന്നെ ആകെ ഞെട്ടിക്കുന്ന, മലയാള സിനിമാ ലോകത്തെ തന്നെ ആകെ ഞെട്ടിക്കുന്ന നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം ആ കേസിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നുള്ള തെളിവുകൾ സഹിതം ഓരോ ഘട്ടത്തിൽ പുറത്തു വരുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് കേരളത്തിനാകമാനം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് 2018 ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നത്. സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിക്കുന്നത്. 2018 മെയ്യിലാണ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ജസ്റ്റിസ് ഹേമ, അതുപോലെ തന്നെ KV വത്സലകുമാരി, നടി ശാരദ അടങ്ങിയ 3 പേരടങ്ങിയ കമ്മീഷനെ നിയോഗിക്കുകയും ഈ കമ്മീഷന്റെ നേതൃത്വത്തിൽ സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കൽ ഒരു നടപടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ 5000 പേജുകളാണ് ഈ ഒരു റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ളത്. ഈ 5000 പേജിൽ തന്നെ 300 പേജ് കമ്മീഷന്റെ തന്നെ ചില കണ്ടെത്തലുകളാണ്. ഇതിൽ പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ, അത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റിപ്പോർട്ട് ഇത്രയും നാളും പുറത്തുവിടാതിരുന്നത്. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഈ റിപ്പോർട്ടിൽ പലരും അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ 300 പേജാണ് ഈ കമ്മീഷന്റെ കണ്ടെത്തലെന്ന് പറയുന്നത്. അതിൽ തന്നെ 233 പേജ് മാത്രമാണ് സർക്കാർ ഇന്ന് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്നാണ് സർക്കാർ ഈ ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 4.5 വർഷത്തിന് ശേഷം റിപ്പോർട്ട് ഇന്ന് പുറത്ത് വരും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു കോടതിയുടെ ഈ ഒരു സ്റ്റേ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. കാരണം സ്വകാര്യതയെ ബാധിക്കുമെന്നൊരു കാരണം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നേരത്തെ മറച്ചുവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഉൾപ്പെടുത്താത്ത 233 പേജുകൾ അടക്കമുള്ള റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടും എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആ സുപ്രധാനമായ, മുഴുവൻ ഇല്ലെങ്കിലും അതിന്റെ സുപ്രധാനമായ ഭാഗങ്ങൾ, റിപ്പോർട്ടിന്റെ 233 പേജുകളിൽ പറയുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കോടതി തന്നെ അത് സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈ വുമൺ ഇൻ കളക്റ്റീവും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും വ്യക്തികളും ഒക്കെ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. ആ സമയം മുതൽ തന്നെ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടണം എന്നൊരു ആവശ്യവുമായി വിവിധ സംഘടനകളും വ്യക്തികളും വുമൺ ഇൻ കളക്റ്റീവും ഒക്കെ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ അത് മറച്ചുവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത്, എന്തുകൊണ്ടാണ് ഇത് അതിനകത്ത് എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയാത്തത് എന്ന് പറയുമ്പോഴൊക്കെ തന്നെ അത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതായതുകൊണ്ടാണ് പുറത്തുവിടാത്തത് എന്ന ഒരു ന്യായമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ഇടപെട്ട ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ ഇന്ന് വരുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ അത് കോടതി നേരിട്ടത് ഇടപെട്ട് ആ ഒരു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് സ്റ്റേ ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിൽ മറ്റ് ചിലരുടെ ഇടപെടലുകൾ, അത് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം മറ്റു ചിലർ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ വേണം ഇതിനോടകം തന്നെ നമുക്ക് കണ്ടെത്തേണ്ടത്. പല സംവിധായകരും സിനിമാ മേഖലയിലെ നായികമാർ, സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഇത്തരത്തിൽ പല സ്ത്രീകൾക്കും സിനിമാ മേഖലയിൽ തങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് തുറന്നു പറയുന്നതിന് വേണ്ടി, ആ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടി, ആരൊക്കെയാണ് ആ പ്രശ്നക്കാർ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ തന്നെ നിയോഗിച്ചത്. ഏകദേശം 1.65 കോടി രൂപയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. അത്രത്തോളം രൂപ ചെലവാക്കി 3 അംഗങ്ങളെ നിയമിച്ച് 5000-ഓളം പേജുകൾ വരുന്ന ഒരു റിപ്പോർട്ടും തയ്യാറാക്കി. അത് 2019 ഡിസംബർ 31 സമർപ്പിച്ചിട്ടും അത് പുറത്തുവിടാൻ ഇതുവരെ സർക്കാർ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ ഇപ്പോൾ സർക്കാർ തയ്യാറാകുന്ന ഘട്ടത്തിൽ അതിൽ മറ്റ് ചിലരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. കോടതി തന്നെ അതിൽ ചില നേരിട്ട് ഇടപെടലുകൾ നടത്തുന്നു എന്നത് പറയുമ്പോൾ അത്രത്തോളം
സീരിയസ് ആയിട്ടുള്ള അത്രത്തോളം ഗൌരവകരമായ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. മലയാള സിനിമാ ലോകത്ത് തന്നെ ഒരു നവോത്ഥാനം സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ ആ ഘട്ടത്തിൽ 2018 നിയോഗിക്കുന്നതും തുടർന്ന് അവർ അന്വേഷണം നടത്തുന്നതും റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഒക്കെ തന്നെ. പക്ഷേ പുറത്തു വരാത്തൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം പ്രയത്നങ്ങൾ നടത്തിയത്. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സിനിമാ മേഖലയിലെ മറ്റ് ചിലരുടെ ഭാഗത്തു നിന്നായാലും എന്ന് പറയുന്നതാണ് ഏറ്റവും ഗൌരവകരമായ വിഷയം. എന്തായാലും നിലവിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിടുന്നതിനുള്ള സ്റ്റേ കോടതി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. തീർച്ചയായും സൂര്യഗായത്രി, അതായത് ഈ റിപ്പോർട്ടിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അതിങ്ങനെയാണ്. അതായത് സിനിമാ മേഖലയിലെ ചില ലൈംഗിക അതിക്രമങ്ങൾ, അതുപോലെ തന്നെ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസന്തുലിതമായിട്ടുള്ള ചില നിലപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയില്ല എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. മറ്റുള്ള വ്യക്തിഗത വിവരങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു പോയിന്റുകൾ അതിലുണ്ടെങ്കിൽ, ഈ റിപ്പോർട്ട് പുറത്തു വരികയാണെങ്കിൽ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിരുന്നേനെ അല്ലേ? തീർച്ചയായും ഭദ്ര, ഇത്തരത്തിൽ സിനിമാ ലോകത്ത് സ്ത്രീകൾ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ മാറ്റി നിർത്തലുകൾ നേരിടേണ്ടി വരുന്നു. അത് തുറന്നു പറയുന്നതിനും അത് വ്യക്തികളുടെ അടക്കം വിവരങ്ങൾ തുറന്നു പറയുന്നതിനു വേണ്ടിയാണ് ഈ 3 സ്ത്രീകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതും തുടർന്നവർ വലിയ അന്വേഷണം നടത്തി മൊഴികളൊക്കെ രേഖപ്പെടുത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതുമൊക്കെ തന്നെ. ഒരുപക്ഷെ ഈ റിപ്പോർട്ട് പുറത്തു ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വിജയകരമായിട്ട് വരും നാളുകളിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് സിനിമാ ലോകത്ത് തന്നെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രതീക്ഷയാകുമായിരുന്നു. അവരുടെ തൊഴിലെടുത്ത് അതൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാകുമായിരുന്നു. പക്ഷേ ഈ 4.5 വർഷം റിപ്പോർട്ട് ഇപ്പോൾ വെളിച്ചം കാണാതെ വെച്ചിരിക്കുകയാണ്. അതിന്റെ 5000 പേജുകളുള്ള റിപ്പോർട്ടിന്റെ കേവലം 233 പേജുകൾ മാത്രമാണ് ഇന്ന് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 233 പേജ് പോലും പുറത്തു വരാത്തക്ക രീതിയിലുള്ള സമ്മർദ്ദം ഈ ഒരു വിഷയത്തിൽ പലരും ചെലുത്തുന്നുണ്ടെങ്കിൽ കോടതി തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മറുവശം, അതായത് എന്താണ് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ളത്, ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് ആരൊക്കെയാണ് ബാധിക്കാൻ പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ പലർക്കും ഒരു ഭയം നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഒരുപക്ഷെ WCC അടക്കമുള്ള സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം അവരാണ് ആദ്യം മുതലേ സ്ത്രീകൾ സിനിമാ ലോകത്ത് നേരിടുന്ന ഒരു വിഷയം എടുത്തുയർത്തി വന്നതും സ്ത്രീകൾക്ക് വേണ്ടി സിനിമാ മേഖലയിൽ തന്നെ ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം നൽകിയതും ഒക്കെ തന്നെ. എന്തായാലും ഇന്ന് ഈ റിപ്പോർട്ടിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവരും എന്ന് കരുതിയിരുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ കോടതിയുടെ സ്റ്റേ ഉത്തരവിൽ പോയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത ഘട്ടം എന്നോണം മറ്റ് വിവരങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും. വിവരാവകാശ കമ്മീഷണറാണ് നേരിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണം എന്നുള്ളത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് വിവരങ്ങൾ പുറത്തുവിടണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോടതി സ്റ്റേയും മറികടന്ന് കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടുന്നതിന് വേണ്ടിയുള്ള അടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.